തിരികെ എത്താം പൊളിമിക്സിലേക്ക്. 2-3 ദിവസമായിട്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ചിഹ്നം കൈയല്ല, കയ്യുറയാണ്. നേതാക്കന്മാരെല്ലാം കയ്യുറയുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. പ്രശ്നം അതല്ല. ഈ കയ്യുറ എന്ന് പറയുന്ന സാധനം എന്തോ ഒരു പുതിയ ടെക്നോളജിയാണെന്ന് തോന്നും കോൺഗ്രസ് നേതാക്കൾ ഇത് ഉപയോഗിക്കുന്നത് കണ്ടാൽ. കണ്ണാരംകൊത്തി കളിച്ചിടാം, കയ്യോടെ എന്നാൽ ഒളിച്ചിടാം. രണ്ടു മൂന്ന് ദിവസമായി ശരിക്കും നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസുകാർ. ശുചീകരണമാണ് ലക്ഷ്യം. മാലിന്യങ്ങൾ മാറ്റി കൊതുകുകളെ അകറ്റുകയാണ് ലക്ഷ്യം. പക്ഷെ പ്രശ്നം അതല്ല. കോൺഗ്രസുകാർ ശുചീകരിച്ച ഈ ഇടങ്ങളൊക്കെ ശുദ്ധീകരിക്കാൻ ഇനി ആര് വരും? അണ്ണാറക്കണ്ണൻ തന്നാല എന്നുള്ള പോലെ ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു. കാരണം നമ്മൾ മറ്റാരെങ്കിലും വിമർശിക്കുമ്പോൾ നമ്മുടെ ഭാഗം ക്ലിയർ ആവണമല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ സ്ഥലങ്ങളിലും MLA-മാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള UDF-ന്റെ തീരുമാനം അനുസരിച്ചാണ് ഈ ശുചീകരണം നടത്തുന്നത്. വാളെടുക്കണം, വലവിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമുടക്കണം, വേഷം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം, മാളൂര് കാണുമ്പോൾ നേരെ നിൽക്കണം, മേലോരെ കാല് തൊട്ട് തലയിൽ വെക്കണം. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. ഇവിടെ കാട് പിടിച്ച് കിടക്കുക. അപ്പോൾ അങ്ങനെ കാട് പിടിച്ച് കിടക്കുമ്പോൾ അതിൽ നിന്നാണ് കൂടുതൽ കൊതുകുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ കാടൊക്കെ വൃത്തീകരിക്കാൻ നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ച് പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഇത് പൂർണ്ണമായിട്ട് വൃത്തിയാക്കാൻ. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. വാളെടുക്കണം, വലവിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമുടക്കണം. സാധാരണ രീതിയിൽ ശുചീകരണം നടക്കുമ്പോൾ വെട്ടിയിട്ടൊക്കെ ഇവിടെ തന്നെ നിക്ഷേപിച്ച് പോകാറാണ് പതിവ്. അതിന് വരെ ഇവിടെ നീക്കം ചെയ്യാൻ വേണ്ടി ഒരു വണ്ടി ഉൾപ്പെടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ്
എന്നും ജേതാവ്. വാളെടുക്കണം, വല വിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾ മുടക്കണം. ദേഷ്യം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം. അല്ലേലും ഈ കോൺഗ്രസ്സുകാർ എന്തിനിറങ്ങിയാലും ഇങ്ങനെയാണ്. അതിൻ്റേതായ ഒരു സൗന്ദര്യമുണ്ടാകും എല്ലാ പണികളിലും. പരിസ്ഥിതി ദിനത്തിലെ മരം നടീൽ തമാശകൾ മറന്നു തുടങ്ങിയതാണ് കേരളം. ദേ ഈ ശുചീകരണ തമാശകളാണ് ഇപ്പോൾ. പലയിടങ്ങളിലും ഖദറിട്ട ബംഗാളികളാണത്രേ പണിക്കിറങ്ങിയത്. 4-5 തൊഴിലാളികൾ കൂടെ ഞങ്ങൾ ഇവിടെ, അതായത് ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് കാശ് കൊടുത്ത് 4-5 തൊഴിലാളികളെ കൂടെ ഇവിടെ ഏർപ്പെടുത്തി. ബാക്കിയെല്ലാം പാർട്ടി പ്രവർത്തകരാണ്. കൈ നനയാതെ മീൻ പിടിക്കണം, മീൻ പിടിക്കണം, മീൻ പിടിക്കണം. മാനത്തുള്ളത് മനസ്സിൽ കാണണം, മനസ്സിൽ കാണണം, മനസ്സിൽ കാണണം. ആളറിയാതെ കാല് വരണം, ആരുമൽ ചിരി കൊണ്ട് കഴുത്തറുക്കണം. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. ഇത് ഒരു തുടർ പ്രക്രിയയാണ്. ഇത് പൂർണ്ണമായിട്ടും പനി നിയന്ത്രിക്കുന്നവരെ ഈ പ്രക്രിയയായിട്ട് മുന്നോട്ട് പോകും. പനിയെ പ്രതിരോധിക്കാൻ വേണ്ടി തൂമ്പെടുത്തിറങ്ങിയ പല ഖദറുകാർക്കും ഇപ്പോൾ പനിയാണത്രേ. ദേഹം അനങ്ങിയതിൻ്റെയാ. പൊളിമിക്സിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി മുഴുവൻ കോൺഗ്രസ്സുകാർക്കും ആയുരാരോഗ്യം നേർന്നുകൊണ്ട് ഇപ്രാവശ്യത്തേക്ക് പൊളിമിക്സ് വിടവാങ്ങുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.